ഇന്നാണ് ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് കൃഷ്ണ കുരിശിങ്കലേക്ക് വരുന്നത്. ജോയലും ജെസ്സിയും ചേർന്ന് അവളെയും കൂട്ടി വരാമെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കൃഷ്ണയുടെ സാധനങ്ങളുമായി ഷേർലി ജോണിന്റെ കൂടെ രാവിലെ തന്നെ കുരിശിങ്കലേക്ക് പോന്നു. കാശിയും ജോബിനും അവർക്കൊപ്പം ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. ഈ ജോയിച്ചൻ ഇതെവിടെ പോയതാ? വന്നിരുന്നെങ്കിൽ പോകാമായിരുന്നു, ജെസ്സി മുഷിപ്പോടെ പറഞ്ഞു. അവനിങ്ങ് വരും, ഡോക്ടർ വിളിച്ചിട്ട് പോയതാ, നീ ഒന്ന് അടങ്ങിയിരിക്കെ. ജെസ്സിയുടെ തലയ്ക്കൊരു കൊട്ടു കൊടുത്തുകൊണ്ട് കാശി അവളെ നോക്കി കണ്ണുരുട്ടി. ഇങ്ങനെ ഉരുട്ടണ്ട, അത് ഊരി താഴെ വീഴും, ജെസ്സി അവനെ പുച്ഛിച്ചു. സാരമില്ല, വീഴുമ്പോൾ ഞാനെടുത്ത് തിരിച്ചു വെച്ചോളാം, കാശി തിരികെയും അവളെ പുച്ഛിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? നിന്നെയൊക്കെ എന്ത് വിശ്വസിച്ചാ കെട്ടിച്ചു വിടുന്നത്? തൊട്ടാൽ അടിയല്ലേ രണ്ടും? ആ മനയിൽ കിടന്ന് രണ്ടും കൂടി കുത്തിച്ചെത്താ പോലും ആരും അറിയില്ലല്ലോ. കാശിയുടെയും ജെസ്സിയുടെയും തർക്കം കണ്ട് ജോബിൻ രണ്ടിനെയും കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ പോടാ, നീ ആദ്യം ഏതേലും പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടാൻ നോക്ക്, അവനൊരു സ്ത്രീവിരോധി വന്നേക്കുന്നു. കാശി കളിയോടെ പറഞ്ഞപ്പോൾ ജോബിന്റെ കണ്ണുകൾ പോയത് കൃഷ്ണയിലേക്കാണ്. അവളും അവനെ നോക്കി ഇരിക്കുകയാണ്. ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരിയുമുണ്ട്. ജോബിന്റെ മനസ്സിൽ എന്താണെന്ന് കൃഷ്ണയ്ക്ക് നന്നായി അറിയാമായിരുന്നു. എങ്കിലും അതവൾ മുഖത്ത് കാണിച്ചില്ല. എടി കിച്ചു, വീട്ടിലെത്തിയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ജോലി ഇങ്ങേർക്കൊരു പെണ്ണിനെ കണ്ടുപിടിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ബാക്കി എന്ത്. ജെസ്സി പറഞ്ഞതിന് കൃഷ്ണ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. ഇവളെന്താ ഊമയായിപ്പോയോ? എന്ത് പറഞ്ഞാലും അവളുടെ കോപ്പിലെ കിണി. കുറച്ചു ദിവസമായി ഞാൻ സഹിക്കുന്നു ഇത്. കൃഷ്ണയുടെ പ്രതികരണമില്ലായ്മയോടുള്ള ഇരിപ്പ് കണ്ട് ജെസ്സിക്ക് വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. ഇപ്പൊ കൃഷ്ണ ഇങ്ങനെയാണ്. ആവശ്യത്തിന് മാത്രം സംസാരം, മറ്റുള്ളവർ പറയുന്നതിനും ചോദിക്കുന്നതിനും ഒന്നോ രണ്ടോ വാക്കിലോ അല്ലെങ്കിൽ ഒരു ചിരിയിലോ മൂളലിലോ അവൾ മറുപടി ഒതുക്കും. എപ്പോഴും അവളുടെ കണ്ണുകളിൽ വേദന മാത്രമാണ്. ജോയൽ എപ്പോഴും അവളുടെ അടുത്ത് വേണം, അത് മാത്രമാണ് കൃഷ്ണയുടെ വാശി. അവനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അവളുടെ മുഖം മങ്ങും. രാത്രിയിലും അവളുടെ ബെഡിൽ അവളോട് ചേർന്ന് അവനുണ്ടായിരിക്കണം. ആ നെഞ്ചിൽ തലവച്ചല്ലാതെ അവൾ ഉറങ്ങില്ല. ജോയലും ആ അവസ്ഥയിൽ തന്നെയാണ്. കൃഷ്ണയെ ചേർത്ത് പിടിക്കാതെ അവനും ഉറക്കം വരില്ല. കിച്ചു, എന്താടി നീ ഇങ്ങനെ? എന്തെങ്കിലും ഒന്ന് സംസാരിക്കടി ഞങ്ങളോടൊക്കെ, ജെസ്സി കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും കൃഷ്ണ വേദനയോടെ പുഞ്ചിരിച്ചതേയുള്ളൂ. ജെസ്സി, വേണ്ട, അവളെ നിർബന്ധിക്കണ്ട, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, അവൾക്ക് എല്ലാത്തിനും സമയം കൊടുക്ക്. കാശി ജെസ്സിയെ കൃഷ്ണയുടെ അരികിൽ നിന്ന് പിടിച്ചു മാറ്റി തനിക്കരികിലേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ജെസ്സി കരഞ്ഞു തുടങ്ങിയിരുന്നു. അവൾക്ക് എന്നോടൊന്ന് മിണ്ടിയാൽ എന്താ? എനിക്ക് കഴിയുന്നില്ലെന്നാ അവളോടൊന്ന് പറ, എന്നോട് എന്തെങ്കിലും മിണ്ടാൻ. കാശിയുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കരഞ്ഞുകൊണ്ട് ജെസ്സി പറഞ്ഞു. കൃഷ്ണയും കരയുകയായിരുന്നു. അപ്പോഴും ആരോടും ഒന്നും സംസാരിക്കാൻ അവളുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. കാശിയും ജോബിനും വേദനയോടെ പരസ്പരം നോക്കി നിന്നു. ജെസ്സിയെ സമാധാനിപ്പിക്കണോ കൃഷ്ണയെ സമാധാനിപ്പിക്കണോ എന്നറിയാതെ അവർ ഇരുവരും ധർമ്മസങ്കടത്തിലായി. ആ സമയം തന്നെ ജോയലും അവിടേക്ക് വന്നു. ഡോർ തുറന്ന് കയറിയപ്പോൾ തന്നെ അവന്റെ കണ്ണുകൾ പതിഞ്ഞത് കൃഷ്ണയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലാണ്. അവൻ വേഗം അവൾക്കടുത്തേക്ക് ഓടിച്ചെന്നു. എന്താ കൃഷ്ണ, എന്തിനാ നീ കരയുന്നത്? അവൻ വരാൻ കാത്തിരുന്നത് പോലെ കൃഷ്ണ അവന്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് ഏങ്ങി ഏങ്ങി കരഞ്ഞു. എന്താ കൃഷ്ണ, കാര്യം പറയ്. ഇച്ചായ, എന്താ ഉണ്ടായത്? കൃഷ്ണയെ ഒരു കൈയാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ജോയൽ ജോബിനോടായി ചോദിച്ചു. അവന്റെ മുഖത്തെ ടെൻഷൻ കണ്ട് ജോബിൻ നടന്ന കാര്യം പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ച ശേഷം ജോയൽ കൃഷ്ണയുടെ തലയിൽ പതിയെ തഴുകി കൊടുത്തു. ഇതിനാണോ രണ്ടാളും ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത്? കരയാനുള്ള ഓരോ കാരണങ്ങൾ നോക്കണേ. എടി ജെസ്സി, നീ മണ്ണുണ്ണിയൊന്നും അല്ലല്ലോ. ഇവളുടെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ലേ? പിന്നെന്തിനാ നീ ഇങ്ങനെ കിടന്ന് മോങ്ങുന്നേ? ആദ്യം ഇവിടുന്ന് ഒന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് അവളെ കൊണ്ട് മിണ്ടിക്കാം. വേഗം കരച്ചിൽ നിർത്തി കണ്ണ് തുടയ്ക്കും, ഇല്ലെങ്കിൽ രണ്ടിനും നല്ല പെട കിട്ടും. ജോയൽ കളിയോടെ പറഞ്ഞത് ജെസ്സി വേഗം തന്റെ മുഖമെല്ലാം തുടച്ച ശേഷം അവനെ നോക്കി പുഞ്ചിരിച്ചു. കൃഷ്ണയും ജോയൽ നിന്ന് വിട്ടുമാറി തന്റെ കണ്ണുകൾ തുടച്ചു. എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? ജോയൽ ചോദിച്ചപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ തലകുലുക്കി. അവർ ഒരുമിച്ച് പാർക്കിങ്ങിലേക്ക് നടന്നു. നീ തറവാട്ടിലേക്ക് ഇല്ലെന്ന് ഉറപ്പാണോ കാശി? ജോബിൻ കാറിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കാശിയെ നോക്കി ചോദിച്ചു. ഇല്ല, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ മനയിലേക്ക് പോവാണ്, കാശി പുഞ്ചിരിയോടെ പറഞ്ഞു. ആരോടാ നീ ഇങ്ങനെ വാശി കാണിക്കുന്നത് കാശി? കുരിശിങ്കലുള്ള ആരും നിന്നെ അവിടെ നിന്നും ഇറക്കി വിടില്ല. പിന്നെ എന്തിനാണ് നീ അവിടേക്ക് വരാതിരിക്കുന്നത്? ജോയൽ വിഷമത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ ജോയിച്ച, എനിക്ക് അവിടേക്ക് വരാനുള്ള സമയമായിട്ടില്ല. വൈകാതെ ഞാൻ അവിടേക്ക് വരും, ആരും ക്ഷണിക്കാതെ തന്നെ. അത്രമാത്രം പറഞ്ഞ് കാശി കൃഷ്ണയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. ചേട്ടൻ പോയി വരട്ടെ മോളെ, നിറകണ്ണുകളോടെ ചോദിക്കുന്നതിനോടൊപ്പം അവളെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിലൊന്ന് മുത്തിയവൻ. കൃഷ്ണ ഒന്ന് തേങ്ങിപ്പോയി. ഒരിക്കൽ കൂടി ഞാൻ നിന്റെ കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുക എൻ്റെ മോളെ. ഇനി ആ വിശ്വാസം നീ തെറ്റിച്ചാൽ പിന്നെ നിനക്ക് തരില്ല ഞാനിവളെ. തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് കൃഷ്ണയുടെ കൈ പിടിച്ച് ജോയലിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു കാശി. ഇല്ല കാശി,
ഇനി ഈ കൈ ഞാൻ വിടുന്നുണ്ടെങ്കിൽ അത് പള്ളി സെമിത്തേരിയിലെ കുടുംബ കല്ലറയിൽ എൻ്റെ ജീവനറ്റ ശരീരം അടക്കം ചെയ്യുമ്പോഴായിരിക്കും. ജോയലിന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. കുരിശിങ്കൽ തറവാടിന്റെ മുറ്റത്ത് കാറ് നിർത്തി ജോയൽ ഉമ്മറത്തേക്ക് ഒന്ന് നോക്കി. എല്ലാവരും ഉമ്മറത്ത് തന്നെയുണ്ട്. സേവിയറും മറിയവും ജോണും ഷേർലിയും ജോസഫും റോസിയും എല്ലാം അവിടെയുണ്ട്. അവരുടെ കൂടെ തന്നെ ജാൻസിയും പോൾസണും നിൽപ്പുണ്ട്. ഈ കുരിശുകൾ എപ്പോഴാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ജാൻസിയും പോൾസണും ഉമ്മറത്ത് നിൽക്കുന്നത് കണ്ട് ജെസ്സി ദേഷ്യത്തോടെ ചോദിച്ചു. ജെസ്സിയുടെയും ജോബിന്റെയും ജോയലിന്റെയും കണ്ണുകൾ അവരിൽ ദേഷ്യത്തോടെ പതിഞ്ഞപ്പോൾ കൃഷ്ണയുടെ കണ്ണുകൾ അവരിൽ പേടിയോടെയാണ് പതിഞ്ഞത്. തന്റെ ഉള്ളിൽ എന്തിനെന്നറിയാത്ത ഒരുതരം ഭയം കുമിഞ്ഞുകൂടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. "കിച്ചു, ഇറങ്ങുന്നില്ലേ?" എല്ലാവരും ഇറങ്ങിയിട്ടും കാറിൽ തന്നെ മടിച്ചിരിക്കുന്ന കൃഷ്ണയെ കണ്ട് ജെസ്സി സംശയത്തോടെ വിളിച്ചു. അവളുടെ വിളിയിൽ ഞെട്ടിക്കൊണ്ട് കൃഷ്ണ വേഗം വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ജോയൽ വേഗം വന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവർ നേരെ ചെന്നത് വല്യപ്പച്ചന്റെ അടുത്തേക്കായിരുന്നു. കൃഷ്ണ അയാളുടെ മുഖത്തേക്ക് തന്നെ നിർവികാരമായി നോക്കി നിന്നു. സേവ്യർ തന്റെ ചുളിവുകൾ വീണ കൈ ഉയർത്തി അവളുടെ തലയിൽ ഒന്ന് തഴുകി. കൃഷ്ണയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. സേവ്യർ ആ കൈകൊണ്ട് തന്നെ കൃഷ്ണയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ അയാളുടെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് കുറച്ചു സമയം അങ്ങനെ തന്നെ നിന്നു. എല്ലാവരും അത് കണ്ടൊന്ന് പുഞ്ചിരിച്ചു. "ഷേർലി, കൊച്ചിനകത്തേക്ക് കൊണ്ടുപോ, ക്ഷീണം ഉണ്ടാകും." തന്റെ നിറയുന്ന കണ്ണുകൾ ആരും കാണാതിരിക്കാൻ മറ്റെവിടേക്കോ നോക്കിക്കൊണ്ട് സേവ്യർ പറഞ്ഞു. ഷേർലി അപ്പോൾ തന്നെ വന്ന് കൃഷ്ണയെ അയാളിൽ നിന്ന് വേർപെടുത്തി അകത്തേക്ക് കൊണ്ടുപോയി. അവർക്ക് പുറകെ എല്ലാവരും അകത്തേക്ക് കയറി. "മമ്മി, അവളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്?" കൃഷ്ണയുമായി താഴെയുള്ള ഒരു മുറിയിലേക്ക് കയറാൻ തുടങ്ങിയ ഷേർലിയെ തടഞ്ഞുകൊണ്ട് ജോയൽ സംശയത്തോടെ ചോദിച്ചു. "ഇന്നു മുതൽ ഇവൾ ഈ മുറിയിലാ കിടക്കുന്നത്. ഈ അവസ്ഥയിൽ അവൾക്ക് സ്റ്റെപ്പ് കയറാൻ കഴിയില്ലെന്ന് അറിയില്ലേ?" ജോയലിന്റെ ചോദ്യം കേട്ട് ഷേർലി അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. "അതൊന്നും വേണ്ട, അവൾ എൻ്റെ മുറിയിൽ തന്നെ കിടന്നാൽ മതി." അതും പറഞ്ഞ് ഷേർലിക്ക് അടുത്ത് നിന്ന് കൃഷ്ണയെ അവൻ തനിക്കരിയിലേക്ക് പിടിച്ചു നിർത്തി. "പക്ഷേ ജോയിച്ച, അവൾക്ക് പടി കയറാനാ?" അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ജോയൽ കൃഷ്ണയെ തന്റെ കൈകളിൽ കോരിയെടുത്തിരുന്നു. അവന്റെ പ്രവൃത്തിയിൽ എല്ലാവരും വായും പൊളിച്ചു നിന്നുപോയി. കൃഷ്ണ മാത്രം പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജോയൽ ആരെയും നോക്കാതെ അവളുമായി മുകളിലേക്കുള്ള പടികൾ കയറി. "ക്ഷീണമുണ്ടെങ്കിൽ കിടന്നോ കൃഷ്ണ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം." റൂമിലെത്തി കൃഷ്ണയെ നിലത്തേക്ക് നിർത്തിക്കൊണ്ട് ജോയൽ പറഞ്ഞു. അതിന് മറുപടി പറയാതെ കൃഷ്ണ അവനെ വിഷമത്തോടെ നോക്കി നിന്നു. അവളുടെ സങ്കടം നിറഞ്ഞ മുഖം കണ്ട് ജോയലിന്റെ നെറ്റി ചുളിഞ്ഞു. "എന്താടാ, എന്തിനാ കണ്ണ് നിറഞ്ഞത്?" അവൻ അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. "പോണ്ട." അവന്റെ ഇടുപ്പിന്റെ വശത്തെ ഷർട്ടിൽ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൾ വിതുമ്പി. ജോയലിന്റെ കണ്ണുകളും നിറഞ്ഞു. "അതിനാണോ ഇങ്ങനെ കണ്ണ് നിറച്ചത്? നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോവോ പെണ്ണേ?" അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ മുത്തി. "വാ, ഇങ്ങനെ നിൽക്കണ്ട, കിടന്നോ." അവളെ ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് അവനും അവളുടെ കൂടെ ഇരുന്നു. അവളെ ബെഡിലേക്ക് ചായ്ച്ചു കിടത്തിക്കൊണ്ട് അവൻ അവളുടെ തലയിൽ പതിയെ തലോടി കൊടുത്തു. അവന്റെ മുഖത്തേക്ക് നോക്കി കുറച്ചു നേരം അങ്ങനെ കിടന്നു അവൾ. എപ്പോഴോ ക്ഷീണം കൊണ്ട് അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. അവൾ നന്നായി ഉറങ്ങുന്നത് വരെ അവൻ അവളെ തലോടിക്കൊണ്ടിരുന്നു. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവൻ ഷീറ്റ് കൊണ്ട് അവളെ പുതപ്പിച്ച ശേഷം ബെഡിൽ നിന്നും എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് ചെന്നു നിന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു കലങ്ങിയിരുന്നു. "ഇനിയും എന്റെ കൃഷ്ണയെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. അവളുടെ ഈ വേദന കാണാൻ വയ്യ. ആ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല. ആ നിറഞ്ഞ കണ്ണുകൾ എന്നെ കുത്തി നോവിക്കുന്നു. അവളെ എൻ്റെ പഴയ കൃഷ്ണയായി എനിക്ക് തിരികെ തന്നേക്കണേ. ഈ ജന്മം മറ്റൊന്നും ഞാനിനി ആവശ്യപ്പെടില്ല. എൻ്റെ പെണ്ണിനോളം വലുതായി മറ്റൊന്നുമില്ല എനിക്ക്. ഉള്ളിലെ സങ്കടം കൊണ്ട് ഒരിക്കൽ വേദനിപ്പിച്ചു പോയി ഞാനവളെ. അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. ഇനിയും പരീക്ഷിക്കില്ലേ നാഥാ." കഴുത്തിലെ മാലയുടെ അറ്റത്ത് കൊളുത്തിയിട്ടിരിക്കുന്ന കുഞ്ഞു കുരിശിന്റെ ലോക്കറ്റിൽ പിടിമുറുക്കിക്കൊണ്ട് അവൻ മനസ്സാലെ കേണു. മനയിലെ കാശിയുടെ മുറിക്കുള്ളിൽ ഇരിക്കുകയാണ് കാശിയും ജോബിനും. രണ്ടുപേരുടെയും മുഖം ഗൗരവത്തിലാണ്. ആരോടോ ഉള്ള ദേഷ്യം പോലെ കാശിയുടെ മുഖം വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. "ജിബിച്ചൻ എവിടെയുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും കാശി?" "തോട്ടത്തിൽ അവനില്ല. കഴിഞ്ഞ 2 ദിവസമായി അവനെ അന്വേഷിക്കാത്ത സ്ഥലമില്ല." ജോബിൻ ദേഷ്യത്തോടെ കൈ മുഷ്ടി ചുരുട്ടി പിടിച്ചു. "അവൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. അവൻ തൊട്ടത് എൻ്റെ പ്രാണനല്ല. അതുമാത്രം കാശി സഹിക്കില്ല." കാശിയുടെ മുഖം മഞ്ഞുമാങ്ങുന്നത് ജോബിൻ കാണുന്നുണ്ടായിരുന്നു. തന്റെ കൂടപ്പിറപ്പാണ് അതിന് കാരണമെന്ന് ഓർത്തപ്പോൾ അവന് വല്ലാത്ത വേദന തോന്നുന്നുണ്ടായിരുന്നു. "കാശി." ജോബിൻ വേദനയോടെ കാശിയുടെ കയ്യിൽ പിടിമുറുക്കി. "കഴിയുന്നില്ലടാ അവനോട് ക്ഷമിക്കാൻ. ഞാൻ എങ്ങനെ നോക്കിയതാടാ എൻ്റെ കിച്ചുവിനെ. അവളൊന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ഞാൻ ഓടിയ ഓട്ടത്തിന് കണക്കില്ല. ജോയിച്ചൻ്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കുമ്പോഴും അവൾ സുരക്ഷിതമായും സന്തോഷമായും ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ അവിടെയും മറ്റൊരു രീതിയിൽ ദൈവം എന്നെ ചതിച്ചു. എന്നിട്ടും ആർക്കും വിട്ടുകൊടുക്കാതെ ഞാൻ നോക്കി അവളെ പൊന്നുപോലെ. പക്ഷേ ഇപ്പോൾ വീണ്ടും എൻ്റെ മോളെ കരയിപ്പിച്ചുകൊണ്ട് ദൈവം എന്നെ പരീക്ഷിക്കുന്നു." തീരാ ദുഃഖം പോലെ അവളുടെ ഉള്ളിൽ തുടിച്ച ഒരു ജീവനെ കൂടി തിരിച്ചെടുത്ത് കളഞ്ഞു.
അതും കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച ഒരുവൻ കാരണം. കാശിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ജോയിച്ചൻ കൂടി ഇല്ലാതെ നമുക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കാശി, ജോബിൻ വിഷമത്തോടെ പറഞ്ഞു. അവൻ ജിബിനെ ഒന്നും ചെയ്യില്ല ജോബി. കിച്ചുവിന് അവൻ വാക്ക് കൊടുത്തുപോയി അവനെ ഒന്നും ചെയ്യില്ലെന്ന്. ആ വാക്ക് അവൻ ഇനി തെറ്റിക്കില്ല. അതുകൊണ്ട് അവനെ ഒന്നിനും പ്രതീക്ഷിക്കേണ്ട, കാശി ഉറപ്പോടെ പറഞ്ഞു. ജോബിനും അത് ശരിവെച്ചുകൊണ്ട് അവനടുത്തേക്കിരുന്നു. നമുക്കൊന്ന് തോട്ടം വരെ പോയാലോ ജോബി? എൻ്റെ മനസ്സ് പറയുന്നു അവൻ അവിടെ ഉണ്ടാകുമെന്ന്. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം കാശി ജോബിനെ നോക്കി പറഞ്ഞു. പോകാം. ഒട്ടും ആലോചിക്കാതെ തന്നെ ജോബിൻ്റെ മറുപടിയും വന്നു. റോസി. പുറത്തേക്കൊന്നും ഇറങ്ങാതെ കിച്ചണിൽ തന്നെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിൽക്കുന്ന റോസിയെ കണ്ട് ഷേർലി അവർക്കടുത്തേക്ക് ചെന്ന് വിളിച്ചു. ആ ചേട്ടത്തി. എന്തോ ആലോചിച്ച് നിന്ന് അവർ പെട്ടെന്ന് ഷേർലിയുടെ ശബ്ദം കേട്ട് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ജോയിച്ച് നിന്നെ തിരക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്തെ സങ്കടം കണ്ട് ഷേർലി അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ഒന്നുമില്ല ചേട്ടത്തി, ഞാൻ വെറുതെ. നിർത്ത് റോസി, കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നീയും ജോസഫും എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്നോട് പോലും നീ സംസാരിക്കാറില്ല. ഞങ്ങളോടൊക്കെ ഇത്രയും അകൽച്ച തോന്നാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? ഷേർലിയുടെ സ്വരം കടുത്തു. അതിലേറെ അവരുടെ വാക്കുകൾ വേദനയായിരുന്നു. ഷേർലിയുടെ ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ റോസിയുടെ പക്കൽ ഉത്തരമുണ്ടായിരുന്നില്ല. അവർ സങ്കടത്തോടെ തലതാഴ്ത്തി. റോസി, എന്താ മോളെ? എന്താ നിനക്ക് പറ്റിയത്? ഷേർലി അവരുടെ മുഖം പിടിച്ചുയർത്തി വേദനയോടെ ചോദിച്ചു. എന്നോട് പോർക്കണ ചേട്ടത്തി, ഈ കുടുംബം ഇന്നിങ്ങനെ വേദനിക്കുന്നത് പോലും ജിബിച്ചൻ കാരണമല്ലേ? അവനെപ്പോലൊരുവൻ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അവനിത് ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു? നമ്മളല്ലേ അവനെ വളർത്തിയത്, ഒത്തിരി സ്നേഹിച്ച് വളർത്തിയതല്ലേ? എന്നിട്ടും അവൻ മാത്രം എന്താ ഇങ്ങനെയായി പോയത്? ഷേർലിയുടെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞുപോയി ആ അമ്മ. എനിക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ ഇച്ചായൻ ഒന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? അവനെ അത്രയും ലാളിച്ച് വളർത്തിയതായിരുന്നില്ലേ ആ മനുഷ്യൻ? ഇച്ചായൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ ചങ്ക് പൊട്ടിപ്പോവുക. കിച്ചുവിൻ്റെയും ജോയിച്ചായൻ്റെയും മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല ചേട്ടത്തി. ആ കുട്ടികൾ എൻ്റെ മോൻ കാരണം വേദനിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. റോസിയുടെ കരച്ചിൽ ചീളുകൾ ഉച്ചത്തിലായി. അവരെ ചേർത്ത് പിടിക്കാനല്ലാതെ ഷേർലിക്കും മറ്റൊന്നിനും കഴിയില്ലായിരുന്നു. എൻ്റേതെന്നോ നിൻ്റേതെന്നോ ഇല്ലാതെ ഒരുപോലെ വളർത്തിയതാ ഞങ്ങളുടെ 4 മക്കളെയും. അതിലൊന്ന് മാത്രം തലതിരിഞ്ഞുപോയി. അവനിൽ വന്ന മാറ്റങ്ങൾ മാത്രം ആരും അറിഞ്ഞില്ല. എല്ലാവരെയും അവൻ വിദഗ്ധമായി പറ്റിച്ചു. ഈ അമ്മയുടെ കണ്ണുനീരിന് ഏത് തമ്പുരാൻ്റെ മുന്നിലാണ് അവൻ മുട്ടുകുത്തേണ്ടത്? ഭൂമി കാണാൻ പോലും അനുവദിക്കാതെ അവൻ ഇല്ലാതാക്കിയ ഒരു കുഞ്ഞു ജീവന്റെ പാപക്കറ അവൻ എന്ത് പുണ്യവെള്ളത്തിൽ കഴുകി കളയും? ഷേർലി വേദനയോടെ ഓർത്തുപോയി. റോസി അപ്പോഴും നിർത്താതെ കരയുകയാണ്. ആൻറ്റി. തോളിലെറിഞ്ഞ കരസ്പർശനത്തിലും കാതിൽ പതിഞ്ഞ ഇടറുന്ന ശബ്ദത്തിലും ഞെട്ടിക്കൊണ്ട് റോസി വേഗം ഷേർലിയുടെ തോളിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. തനിക്ക് മുന്നിൽ നിറകണ്ണുകളുമായി നിൽക്കുന്ന ജോയലിനെ കണ്ട് അവർ ഒന്ന് തേങ്ങി. പിന്നെ വേഗം തല താഴ്ത്തി പിടിച്ചു. എന്തിനാ ആൻറ്റി ഈ തല ഇങ്ങനെ താഴ്ത്തി പിടിക്കുന്നത്? അവരുടെ തോളിലൂടെ കൈവിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ആ മുഖം പിടിച്ചുയർത്തി ജോയൽ പുഞ്ചിരിയോടെ ചോദിച്ചു. ആരോ ചെയ്ത തെറ്റിന് അങ്കിളും ആൻറ്റിയും എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്നോടും കൃഷ്ണയോടും എന്തിനാ ഈ അകൽച്ച? ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ എന്തിനാ നിങ്ങൾ ഇങ്ങനെ മടിക്കുന്നത്? എൻ്റെ മമ്മിയും പപ്പയും തന്നെയല്ലേ നിങ്ങൾ? അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ ഞാൻ എന്നും. ഇപ്പോഴും നിങ്ങൾ എനിക്ക് എൻ്റെ സ്വന്തം പപ്പയും മമ്മിയും തന്നെയാണ്. എൻ്റെ ഭാര്യയ്ക്കും നിങ്ങൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ കണ്ണിന് നിറയാൻ പാടില്ല. അവരുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ജോയൽ പുഞ്ചിരിയോടെ പറഞ്ഞു. പക്ഷേ റോസിക്ക് തൻ്റെ സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ജോയലിൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവർ വിങ്ങിപ്പൊട്ടി. എന്താ ആൻറ്റി ഇത്? ഇങ്ങനെ കരയല്ലേ. ദേ നോക്ക്, കൃഷ്ണ അവിടെ ആൻറ്റിയെയും അങ്കിളിനെയും കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. ഈ കരച്ചിലൊക്കെ നിർത്തി വേഗം പോയി അങ്കിളിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് വാ. നിങ്ങളുടെ മോള് അവിടെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും വന്ന് അവളെ കാണാതെ അവൾ മരുന്ന് കഴിക്കില്ലെന്ന് പറഞ്ഞ് വാശിയില്ല. അതുകൊണ്ട് അവൾക്കുള്ള മരുന്നൊക്കെ ഇനി ആൻറ്റി തന്നെ കൊടുത്താൽ മതി. വേഗം ചെല്ലെൻ്റെ റോസിക്കുട്ടി. അവരുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ജോയൽ കുസൃതിയോടെ പറഞ്ഞു. അവൻ്റെ പ്രവൃത്തിയിൽ അവർ അറിയാതെ ചിരിച്ചുപോയി. തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് റോസി അവനെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ ഇച്ചായനെ വിളിച്ചിട്ട് വരാം. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവർ കിച്ചന് പുറത്തേക്ക് നടന്നു. അവർ പോയ ഉടനെ ഷെർലി ജോയലിനെ പിടിച്ചു നിർത്തി അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. നീ ചെയ്തത് വലിയ കാര്യമാണ്. എന്നെക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തത് റോസിയാണ്. ആ നന്ദിയും സ്നേഹവും എന്നും ഉണ്ടാവണം മോനെ. അല്ലെങ്കിൽ കർത്താവ് പൊറുക്കുകയില്ല.